ഒന്ന് വാടി. എനിക്കെന്താ ചൊറിയുന്നില്ലെന്നാണോ? അയ്യോ എന്റെ അമ്മേ. ആ വൃത്തികെട്ട വൈദ്യൻ എന്ത് മരുന്നാണാവോ തന്നത്? കാശ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ചിന്തിക്കണമായിരുന്നു. ഇതെന്തോ അലമ്പ് മരുന്നാണെന്നുള്ള കാര്യം. അത് പോട്ടെ, നമ്മൾ എങ്ങനെ വേദനിപ്പിച്ചോണ്ട് അവൻ എന്താണ് ഈ ഗുണം? എന്തു പറ്റി കാർത്തിക? എന്താ ഇളയമ്മ പറ്റിയത്? എന്താന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ നോക്കുന്നേ? അത് അമ്മേ ഒന്നുമില്ല അഖിൽ. എന്തോ ജോലി ചെയ്തോണ്ടിരുന്നിട്ട് പെട്ടെന്ന് നിർത്തിയതുപോലെ ഉണ്ടല്ലോ. അയ്യോ, നിനക്ക് ഇവിടുന്ന് പോയി തരാമോ? ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾ ചൊറിയും. എന്താന്ന്? ചൊറിയോന്നോ? അയ്യോ, നഖം കടിച്ചതാ. നിനക്കെന്താടാ? എന്താടാ നിനക്ക്? ഇല്ലില്ല, എന്തോ കുഴപ്പമുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും അബ്നോർമൽ ആയിട്ടാ ഇരിക്കുന്നേ. എന്താന്ന് പറയൂ വേഗം. ആന്റി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല കാർത്തികേ. അയ്യോ, എന്ത് പറ്റി ഇളയമേ? എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം എന്നോട് ചോദിക്കമ്മേ, ഞാൻ പറഞ്ഞു തരാം. അമ്മ ജഗദംബയുടെ കാരുണ്യം, അഖിലാണ്ട പരമേശ്വരിയുടെ കാരുണ്യം. ഞാൻ തന്നെയാ. നിന്റെ സൗന്ദര്യം കൂടാനും ഇളയമ്മയുടെ വേദന മാറാനും മരുന്ന് വേണം. അഖിൽ, ഞാൻ നിന്നെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം പോയി കുളിച്ചിട്ട് വരാം. അഖിൽ, എന്താ ഇതൊക്കെ? ഇവര് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല എടുത്തി. വീട്ടില് വെറുതെ വഴക്കുണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കാം. അതുകൊണ്ടാ വൈദ്യന്റെ വേഷം കെട്ടി ദേഹം ചൊറിയുന്ന മരുന്ന് കൊടുത്തത്. അത് കുടിച്ചിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കാ രണ്ടും. അയ്യോ, അത് തെറ്റല്ലേ അഖിൽ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അവര് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇതാ എടുത്തിയ ശിക്ഷ. ശരി, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മേ, 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 അമ്മേ. എന്താ ഉണ്ണി? അമ്മ എവിടെയാ? നീ എന്താ കണ്ണടച്ച് നടക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാണോ? അതല്ല അമ്മേ. എന്താ ഉണ്ണി ഇതൊക്കെ? ചന്ദ്രന്റെ മൂന്നാം പിറവ് കണ്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം കണ്ണു മൂടി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടുത്ത് വന്ന് അവരുടെ മുഖത്ത് നോക്കിയാൽ നല്ലത് നടക്കുമെന്ന് അമ്മമ്മ അപ്പനും പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ദൂരത്താണെങ്കിൽ ചന്ദ്രന്റെ മൂന്നാം പിറ കണ്ടിട്ട് അവരെ മനസ്സിലുള്ളിൽ വിചാരിക്കണം. അതുകൊണ്ടാ അമ്മ അങ്ങ് ദൂരെയുള്ള നമ്മുടെ അപ്പൂപ്പനെയും അമ്മമ്മയും മനസ്സിനുള്ളിൽ വിചാരിച്ച് അടുത്തുള്ള അമ്മയെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയത്. അങ്ങനെയാണോ? എന്നാ ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് നോക്കാം. ഇവിടെ തന്നെ ഇരിക്കും. അമ്മ ഇവിടെ ഇരുന്ന് നോക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്നല്ലേ ചന്ദ്രനെ നോക്കിയത്. അതുകൊണ്ട് അമ്മ അവിടെ ചെന്ന് നോക്കണം. ശരി.
അച്ഛാ ഇങ്ങോട്ട് വാ അച്ഛാ വാ പെട്ടെന്ന് വാ. ഐ വിൽ കോൾ യു ബാക്ക്. എന്താന്ന് പറയാം വാ അച്ഛാ വന്നേ. എന്താ ഉണ്ണി? ഇവിടെ വന്നിരുന്നേ. സംസാരിക്കാൻ പാടില്ല. എന്താ മോനെ? അച്ഛാ അച്ഛൻ കുറച്ചേരം സംസാരിക്കാതെ മിണ്ടാതിരിക്കേ. അല്ല എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്. ഓക്കെ. ഉണ്ണി, ഞാൻ ഇവിടെ അമ്മ ഇരിക്കുന്നേ. ഉണ്ണി, ഞാൻ ഇവിടെ അമ്മ. ഏട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഉണ്ണി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഉണ്ണി, സോറി അമ്മ. അല്ല എന്താ ഇതൊക്കെ? സോറി ഏട്ടാ, ഉണ്ണിയാണെന്ന് വിചാരിച്ചിട്ട്. ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി എന്താ ഇവിടെ നടക്കുന്നേ? അങ്ങോട്ട് നോക്കിക്കേ. മൂന്നാം പിറ. മൂന്നാം പിറ എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ. നമ്മൾ ആ മൂന്നാം പിറ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളവരെ കാണുകയാണെങ്കിൽ നല്ല കാര്യം നടക്കുന്ന. സത്യമായിട്ടും വലിയ വലിയ ഇവന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇത്ര ചെറിയ കാര്യമൊന്നും അറിയത്തില്ലല്ലേ? അരുന്ധതി നക്ഷത്രത്തെ പറ്റി അറിയാം, എന്നാൽ ഈ മൂന്നാം പിറയെ കുറിച്ച് സത്യമായിട്ടും എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ട് ഏട്ടന് ഇഷ്ടമുള്ളവരുടെ മുഖത്തേക്ക് നോക്കിക്കോ. ആദ്യം പ്രാർത്ഥിക്ക്. ഇനി കണ്ണടച്ചിട്ട് ഏട്ടന് ഇഷ്ടമുള്ളവരുടെ മുഖത്തേക്ക് കണ്ണു തുറന്ന് നോക്കിക്കോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും തന്നെ വളരെ ഇഷ്ടമാണ്. തന്നെ കണ്ടാ പിന്നെ വേറെ എന്തുപറ്റി? ഇളയമ്മയും മോളും ഭയങ്കര ഹാപ്പിയായി റിലാക്സ് ആയിട്ട് ഇരിക്കുവാണല്ലോ. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ വേണ്ടിയാ ആ വൈദ്യനെ ദൈവം ഇങ്ങോട്ടേക്ക് അയച്ചത്.
എന്തോ പറ്റി? നിങ്ങൾ രണ്ടും കൂടി ചേർന്ന് എന്നെ തല്ലുന്ന സീന് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാണോ? എടാ, അതിനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ലടാ കൊച്ചുമോനെ. അമ്മേ, ഒരുപാട് ടയർഡാണ്. അയ്യോ, നിങ്ങൾ ഡിന്നർ കഴിച്ചില്ലായിരുന്നോ? കൈ അതിനുപയോഗിക്കാൻ പറ്റുന്നില്ലടാ. ഡൈനിങ് ടേബിൾ വരെ നടക്കാനുള്ള ആരോഗ്യം ഇപ്പൊ ഇല്ല. അയ്യോയ്യോ, വിശന്ന് പട്ടിണി എടുക്കാൻ പോവാ? ഒരു നിമിഷം നിക്ക്, ഞാൻ ഇപ്പൊ വരാവേ. അങ്ങനെ തന്നെ ഇരുന്നോ. എന്തൊക്കെയായാലും അഖിലിന് നമ്മളോട് സ്നേഹം കൂടുതലാ കാർത്തികേ. അതെ ആന്റി, അതുകൊണ്ടാ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചോണ്ട് വന്നത്. എന്റെ പൊന്നു മരുമോന, ആദ്യം അവൻ എനിക്കേ തരൂ. ആദ്യത്തെ ഉമ്മയാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് അവൻ തരുള്ളൂ. വാരിത്തരാവേ, വാരിത്തരാം. എത്ര നേരം നീ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കടാ? വേഗം ഒന്ന് കുഴക്കേ, വേഗം വാരിത്താടാ. അഖിൽ, ഒന്ന് പെട്ടെന്നാവട്ടെ, നല്ല വിശപ്പുണ്ട്. കൊച്ചുമോനെ, കൊച്ചുമോനെ, ആദ്യം എനിക്ക് താടാ. അമ്മമ്മോ, മുരിങ്ങയ്ക്ക് അവിയല് സൂപ്പർ. എന്താടാ ഞങ്ങൾക്ക് തരാതെ നീ തന്നെ കഴിക്കുന്നേ? നിങ്ങൾക്ക് ആഹാരം തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? വിശന്നു പറഞ്ഞപ്പോ എടുത്തോണ്ട് വന്ന എന്തിനാ? എനിക്ക് കഴിക്കാനടി കൊണ്ടുവന്നേ. എടാ കള്ള, ഞങ്ങള് വിശന്നിരിക്കുമ്പോ നീ സന്തോഷത്തോടെ കഴിക്കുക. അതും നീ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കെ കഴിക്കുന്നോ? നീ ഒരു സാഡിസ്റ്റ് ആണല്ലോ അഖിൽ. നിങ്ങൾ കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? വിശപ്പുണ്ടെങ്കിൽ പോയി എടുത്ത് കഴിക്കണം. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞങ്ങൾ നിന്നോട് പറഞ്ഞേ. അയ്യോയ്യോ, എന്തോ പറ്റി? എന്താ കഴിക്കാൻ പറ്റാത്തെ? ഞങ്ങളുടെ കൈയും കാലും ഒന്നും അനങ്ങാത്തത് കൊണ്ടാ അങ്ങനെ പറഞ്ഞത്. അച്ചോ, അതെന്താ മോളെ അങ്ങനെ? എന്താടാ ഇങ്ങനെ ചോദിക്കുന്നേ? എല്ലാം നീ കാരണല്ലേ. പാവം, ഞാൻ എന്താ ഇളയമ ചെയ്തേ? വൈദ്യരുടെ വേഷത്തിൽ വന്ന് ഞങ്ങളെ നീ ഇങ്ങനെ ആക്കി തീർത്തില്ലേ? നീ വലിയൊരു തെറ്റാ ചെയ്തത്. ഇല്ല ഇല്ലടേ, അവ പാവാ ചെയ്തത്. ഏത്? നിങ്ങൾ ചെയ്ത തെറ്റിനേക്കാളും വലിയ പാപമാണോ ഇത്? ഇതുവരെ നിങ്ങൾ എത്ര തെറ്റും എത്ര പാപമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയാം. എല്ലാം കൂടി ചേർത്ത് ട്രീറ്റ്മെന്റ് എന്ന പേരില് പണിഷ്മെന്റ് തന്നതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വീണ്ടും പറയാ. ഇനി ഒരു തവണ കൂടി രണ്ടാളും കൂടി എന്തെങ്കിലും ഏടാകൂടം ഒപ്പിച്ചാ പിന്നെയുള്ള പണിഷ്മെന്റ് ഇങ്ങനെ ആയിരിക്കില്ല, വേറെ ലെവലിലായിരിക്കും. ഓക്കേ? മോളെ കാർത്തികേ, അവൻ കഴിക്കുന്ന കറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ കഴിക്കാൻ പോവാ? പറ്റുന്നില്ല കാർത്തികേ, അനങ്ങാനേ പറ്റുന്നില്ല. ആരെയും കാണുന്നില്ലല്ലോ. എന്റെ കാവ്യ മുകളിലുണ്ടാവും തോന്നുന്നു.
പെയിന്റിംഗ് സാർ എന്തിനാ നേരെ കാവ്യയുടെ റൂമിലേക്ക് പോകുന്നേ? കാവ്യ ഡാർലിംഗ്, താൻ എവിടെയാണോ? താൻ വാഷ്റൂമിലാണോ ഉള്ളേ? ദാ വരുന്നു. ആരാ? ഇറ്റ്സ് മീ ബേബി. രാഹുൽ? യെസ്, ഓപ്പൺ ദ ഡോർ. തന്നെ ഒന്ന് കാണട്ടെ. അത് വേണ്ട. പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ബേബി, പ്ലീസ്. വേണ്ട രാഹുൽ, പ്ലീസ്. ഞാൻ വന്നോളാം, നീ അവിടെ പോയിരിക്കും. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഈ റൂമിൽ എന്താ ചെയ്യുന്നേ? അത് മാഡം, കാവ്യക്ക് ഇത് കാവ്യയുടെ റൂമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ലായിരുന്നു മാഡം. പിന്നെ എന്തിനാ ഈ റൂമിലേക്ക് വന്നേ? അത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാ മാഡം. നിങ്ങളുടെ പെയിന്റിംഗ് ക്ലാസ് വേറെ റൂമിലല്ലേ? പിന്നെന്തിനാ ഈ റൂമിലേക്ക് വന്നേ? അത് പറയാനാ പറഞ്ഞേ. പെൺകുട്ടിയുള്ള റൂമിൽ എന്തിനാ കേറിയതെന്ന്? ഞാനാ വരാൻ പറഞ്ഞത്. എന്തിനാ വരാൻ പറഞ്ഞേ? ഞാനത് തെറ്റ് ചെയ്ത പോലെയാണല്ലോ എന്നോട് ചോദ്യം ചെയ്യുന്നത്. നിന്റെ ഇഷ്ടത്തിന് ആരെ വേണില്ല റൂമിൽ കയറ്റുന്നത് ശരിയല്ല കാവ്യ. എന്ത് ചെയ്താലും തെറ്റാണോ? ഞാൻ പുറത്തേക്ക് പോകുന്നത് തെറ്റ്, സാർ വീട്ടിലേക്ക് വന്നതും തെറ്റ്, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് എന്റെ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമാണല്ലേ? അങ്ങനെ അല്ല കാവ്യ. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് വീട്ടിൽ നിൽക്കാൻ പാടില്ലേ? ക്ലാസ് എടുക്കാൻ വേണ്ടി സാറ് വന്നപ്പോ ഞാൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതും തെറ്റാണോ? വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് ഹാളിലായിരിക്കേണ്ടത്. അതിന് നിന്റെ ബെഡ്റൂമിൽ എന്തിനാ വരുന്നത്? സോറി മാഡം, മാഡം പറഞ്ഞത് തന്നെയാ ശരി. ഞാൻ ഹാളിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഐ ആം വെരി സോറി മാഡം. കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ റൂമിൽ വരുന്നത് തെറ്റാണ്. ഇനി ഒരിക്കൽ കൂടി ഈ തെറ്റ് ആവർത്തിക്കരുത്. നിങ്ങൾ ചെന്ന് ഹാളിൽ വെയിറ്റ് ചെയ്യൂ. കാവ്യ അങ്ങോട്ടേക്ക് വരും. ഓക്കെ മാഡം. ഇങ്ങോട്ട് നോക്ക് കാവ്യ. ശരി ഏതാ തെറ്റേതാന്ന് നിനക്ക് അറിയാതിരിക്കില്ല. പക്ഷെ ചില സമയത്ത് നല്ലതും ചീത്തയായി മാറും കാവ്യ. അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല. ശരിയാ, എല്ലാം നിങ്ങൾക്കേ അറിയൂ, നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതല്ല, എന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യരുതെന്ന് മുത്തശ്ശി പറഞ്ഞതല്ലേ? എന്റെ അച്ഛനും അമ്മയും കൂടി പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ഇൻവോൾവ് ആകുന്നേ? നിന്റെ ലൈഫും ഫ്യൂച്ചറും നല്ലതായിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്ന. ഐ നോ വാട്ട് ഐ ആം. ഓക്കെ, എന്തിനാ രാഹുൽ റൂമിലേക്ക് വന്നേ? താഴെ ആരും ഇല്ലായിരുന്നു, ഒരു കിസ് ചോദിക്കാന്ന് കരുതിയിട്ടാടോ. അതിനെന്റെ ചെറിയമ്മയുടെ കണ്ണിൽ തന്നെ പെടണമായിരുന്നോ? ഈ വീട്ടിൽ അല്പ ശ്രദ്ധയോടെ നടക്കണം രാഹുൽ. ചെറിയമ്മയുടെ കണ്ണിപ്പെട്ട രണ്ടുപേർക്ക് ക്ലാസ് എടുക്കും, പിന്നെ ബ്രേക്കപ്പ് ചെന്ന് അവസാനിക്കും. ഓക്കെ ബേബി, ഫേക്ക് പെയിന്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ദാറ്റ്സ് ബെറ്റർ. വാ. അനു, കീർത്തി, ഞാൻ നിങ്ങളുടെ ബാഗ് കൊണ്ടുവന്നു. വാ, നമുക്ക് ഹോംവർക്ക് എഴുതാം. ഇല്ല, ഞങ്ങൾക്ക് കുറച്ചു നേരം കളിക്കണം.
ഇല്ല ഇല്ല, നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ. ഹോംവർക്ക് മുഴുവൻ എഴുതിയില്ലെങ്കിൽ ടീച്ചർ പണിഷ്മെന്റ് തരില്ലേ? അതെ അനു, ഫസ്റ്റ് നമുക്ക് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ? മാത്സിൽ എന്താ ഹോംവർക്ക് ഉള്ളത്? 7th ടേബിൾ എഴുതണം. എന്നാ ശരി, എഴുതിക്കോ. നീ കറക്റ്റായിട്ട് എഴുതുന്നുണ്ടല്ലോ കീർത്തി. അനു, 7 3s 20 അല്ല, 21. 7 4s എത്രയാ? 27. ചിരിക്കാതെ. എന്നാ പിന്നെ 7 5s എത്രാന്ന് പറ നോക്കട്ടെ. എന്താടി, എല്ലാം നിനക്ക് അറിയാവുന്നോണ്ടാണോ ചിരിക്കുന്നേ? നിന്നെ മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. അമ്മ, അമ്മ എന്താ പറ്റിയേ? ഉണ്ണി, ഉണ്ണി എന്താ പറ്റിയെന്ന്? ചെടിച്ചട്ടി വീണ് അമ്മമ്മയുടെ കാലം മുറിഞ്ഞുപോയി, രക്തം വരുന്നത് കണ്ടോ? ആദ്യം നീ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. അയ്യോ അമ്മ, അമ്മ ടെൻഷൻ ആകാതിരിക്കുക. അമ്മേ, ഇങ്ങത്താ. ഞാൻ തന്നെ ചെയ്യാം അമ്മേ. അയ്യോ, നിനക്കിതൊന്നും അറിയില്ല ഉണ്ണി. എനിക്കറിയാം അമ്മേ. മുത്തശ്ശിക്ക് വേദന വരാതെ ഫസ്റ്റ് എയ്ഡ് ഞാൻ തന്നെ ചെയ്തോളാം അമ്മേ. മുത്തശ്ശിയുടെ കാലിങ്ങോട്ട് വെച്ചേ.